ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സമരഭരിതമാവുകയാണ് നമ്മുടെ നാട്, നമ്മുടെ തെരുവുകൾ. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി കടുത്ത പ്രതിഷേധമാണ് ഇന്ന് SFI ഉയർത്തിയത്. മലപ്പുറത്ത് പ്രകടനമായി എത്തിയ SFI പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ജലപീരങ്കി വാഹനത്തിന് മുകളിൽ അടക്കം കയറിയിരുന്നാണ് പ്രതിഷേധിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഏറെ നേരത്തെ സംഘർഷത്തിനിടയാക്കി. പോലീസുമായി ഉന്തും തള്ളും നടത്തിയ പ്രവർത്തകർ സമര ഗേറ്റിന് മുന്നിലെ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. ജലപീരങ്കി വാഹനത്തിന് നേരെയും പ്രതിഷേധക്കാർ പാഞ്ഞെടുത്തു. നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സെക്രട്ടറി സഞ്ജീവും പ്രസിഡന്റ് ശിവപ്രസാദുമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ആലപ്പുഴയിൽ SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചും അക്രമാസക്തമായി. പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമായി. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസിന്റെ ലാത്തി തട്ടിയെടുത്ത് പ്രവർത്തകർ പ്രകോപിതരായി. ഒരു പ്രതിഷേധ പരിപാടി വിജയിക്കുന്നത് എപ്പോഴാണ്? അതിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കുമ്പോഴാണ്, ആവേശഭരിതമാവുമ്പോഴാണ്. പക്ഷേ ഇന്ന് കോട്ടയം SP ഓഫീസിലേക്ക് SFI നിശ്ചയിച്ച മാർച്ച് ശോകമായി പോയി. 11 മണിക്ക് നിശ്ചയിച്ച പ്രതിഷേധം വിദ്യാർത്ഥികൾ എത്താത്തതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടിയും വന്നു. പ്രതിഷേധ പരിപാടിക്കൊക്കെ പിന്നാലെ ആരോപണങ്ങളുമൊക്കെ സജീവമാവുകയാണ്. തിരുവനന്തപുരത്തെ SFI KSU സംഘർഷത്തിൽ റഹീം MP-ക്കെതിരെ ആരോപണവുമായി KSU രംഗത്തെത്തി. ഗുണ്ടാ നേതാക്കളെ ഉപയോഗിച്ചാണ് റഹീം ആക്രമണം നടത്തിയതെന്ന് KSU നേതാവ് ഗോപു നെയ്യാർ ആരോപിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ പാളയം സന്തോഷ് SFI-ക്കാർക്കൊപ്പം പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും KSU പുറത്തുവിട്ടു. ഒരാഴ്ച മുമ്പ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഗുണ്ടാപിരിവുമായിട്ട് ബന്ധപ്പെട്ടുൾപ്പെടെ നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ട എങ്ങനെയാണ് SFIയുടെ പ്രകടനത്തിലേക്ക് കടന്നു വന്നത് എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ റഹീം ഉൾപ്പെടെ V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ നേതാക്കൾ തയ്യാറാകണമെന്നുള്ളത്. പല ഭാഗത്തു നിന്ന്, തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗത്തു നിന്ന്
ഗുണ്ടാ സംഘങ്ങളിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇന്നലെ ഈ പ്രകടനത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ആളുകളാണ് KSUവിൻ്റെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ചത്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം നിരത്തുകളൊക്കെ സജീവമാവുന്നു, സമരഭരിതം, സംഘർഷഭരിതമാവുന്നു. ഇത് തുടക്കം മാത്രമായിരിക്കും എന്ന് ഉറപ്പിക്കാം. ഇനി അങ്ങോട്ട് സമര പരമ്പരകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം.